ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കടിയിലും തട്ടുകടിയിലൊക്കെ കിട്ടുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ബോണ്ടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളൊരു 4 സവാള ചെറുതായി കുത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, അപ്പോഴേ ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി ഇതിലോട്ട് നമ്മളൊരു 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കൈപ്പിടി മല്ലിയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വേണമെന്നേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല കൈ കൊണ്ട് ഉടച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ, കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇത് നമ്മുടെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. പാത്രത്തിലോട്ട് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടലമാവിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറച്ചായി ഒഴിച്ചിട്ട് നല്ല കട്ട കെട്ടാതെ നല്ല തിക്ക് ബാറ്ററായിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ വലിയ ഉരുളകളാക്കുന്നതിനേക്കാളും നല്ല ഭംഗി ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ മസാല ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് ബാറ്ററിലോട്ട് ഇട്ടിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ എണ്ണ പിന്നെ യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കടയിലൊക്കെ വാങ്ങുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്നത് അവർ ഫുള്ളായിട്ട് എണ്ണ ഉപയോഗിക്കും. അവർ പിന്നെ റീയൂസ് ചെയ്യും. പിന്നെ നമ്മളത് വേസ്റ്റ് ആക്കേണ്ട അവർക്ക് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ആ റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ നമ്മൾ നിറയെ എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബോണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ മസാല ബോണ്ട അടിപൊളിയല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.